ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് തിരുസഭ മാതാവ് വിശുദ്ധ പോൾ മിക്കിയുടെയും സഹചരന്മാരുടെയും രക്തസാക്ഷിത്വം ധീരതയോടെ ഓർക്കുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 6-ാം അധ്യായം 14 മുതൽ 29 വരെയുള്ള വാക്യങ്ങളാണ്. യോഹന്നാൻ്റെ ശിരച്ഛേദത്തെക്കുറിച്ചാണ് സുവിശേഷം നമ്മളോട് സംസാരിക്കുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ ഒരിക്കലും അറ്റുപോകാത്ത ദൈവസ്നേഹത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ അടയാളങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതായത് യോഹന്നാൻ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഒരു ഭാഗമായിരുന്നു. മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി ദൈവം കാലാകാലങ്ങളിലായി പ്രവാചകന്മാരിലൂടെ സംസാരിച്ചു. അവസാന നാളുകളിൽ ദൈവപുത്രനിലൂടെ തന്നെ സംസാരിച്ചു. പക്ഷേ കാലാകാലങ്ങളിലായി ദൈവത്തിൻ്റെ ഇടപെടലുകളെ മനുഷ്യൻ പലപ്പോഴും ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം പല ദൈവത്തിൻ്റെ പുരോഹിതന്മാരും പ്രവാചകന്മാരും വധിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം അവർ പറയുന്ന നന്മകൾ ഇഷ്ടപ്പെടാതെ മനുഷ്യർ അവരെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ദൈവം അതിലൊന്നിലും ഇത് നിർത്തുന്നില്ല. ഈ രക്ഷാകര പദ്ധതി അവിടെ നിന്ന് തുടർന്നു കൊണ്ടേ പോകുന്നു. ഒരിക്കലും അവിടെ നിന്ന് അത് അവസാനിപ്പിക്കാൻ തയ്യാറല്ല. കാരണം ഈ രക്ഷാകര പദ്ധതി ദൈവസ്നേഹത്തിൻ്റെ വലിയൊരു അടയാളമാണ്. അപ്പോൾ ഈ ദൈവസ്നേഹത്തിൻ്റെ കണ്ണിയായിരുന്നു സ്നാപയോഹന്നാൻ. സ്നാപയോഹന്നാനെ ഇല്ലാതാക്കാൻ ഹെറോദ് ശ്രമിക്കുകയാണ്. കാരണം ഹെറോദ് ഭാര്യയാക്കി വെച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ ഭാര്യ ഹെറോദിയ നിമിത്തമാണ് അങ്ങനെ ചെയ്തത്. കാരണം ചില മനുഷ്യരെ നന്മകൾ പറയുമ്പോൾ, സത്യത്തെക്കുറിച്ച് പറയുമ്പോൾ അസത്യത്തിന് കൂടെ നിൽക്കുന്ന ചില മനുഷ്യർക്ക് അത് ഇഷ്ടപ്പെടില്ല. അവർ ഇതിനെ എതിർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഈ മനുഷ്യരാകട്ടെ, സത്യത്തിന് വേണ്ടി സാക്ഷ്യം നൽകുന്ന മനുഷ്യരാകട്ടെ, അവർ ദൈവത്തിൻ്റെ പ്രതിരൂപമായി, ദൈവത്തിൻ്റെ നാവായി മനുഷ്യർക്ക് മുമ്പിൽ ജീവിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള മനുഷ്യരെ ഇല്ലാതാക്കാൻ ശ്രമിക്കും. പക്ഷേ ഇവിടെ വിജയിക്കുന്നത് ഈ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന മനുഷ്യരുടെ അസത്യമല്ല, ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഈ സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്ന മനുഷ്യരാണെന്ന് നമുക്ക് ഉറപ്പ് നൽകുന്ന സുവിശേഷമാക്കണം. കാരണം യോഹന്നാനെ ഇല്ലാതാക്കുന്നത് വഴി സത്യത്തെ ഇല്ലാതാക്കാമെന്ന് ഹെറോദ് വിചാരിക്കണം. അവിടെയാണ് യേശുനാഥൻ വരുന്നത്. യേശുനാഥനെ കണ്ടിട്ട് ഈ ഹെറോദ് വിചാരിക്കുന്നത് അത് താൻ നശിപ്പിച്ച യോഹന്നാൻ ഉയർത്തെഴുന്നേറ്റ് വന്നതാണ്. അപ്പോൾ സത്യത്തെ നമുക്ക് ഒരിക്കലും മൂടി വെക്കാൻ പറ്റില്ല. ദൈവം സത്യമാണ്. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി മനുഷ്യരോടുള്ള സ്നേഹമാണ്. അത് തുടർന്നുകൊണ്ടേയിരിക്കും. ഒരു മനുഷ്യനെ നശിപ്പിക്കുന്നത് വഴി അത് ഒരിക്കലും ഇല്ലാതാക്കാൻ പറ്റില്ല. ഇത് ദൈവത്തിന് അടങ്ങാത്ത സ്നേഹത്തെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളോട് ഒരു കാര്യം കൂടി ആവശ്യപ്പെടുന്നുണ്ട്. നമ്മളും ഈ സ്നേഹ പദ്ധതിയുടെ ഭാഗമാകണം. ഈ സ്നേഹത്തിൻ്റെ പദ്ധതി ഇല്ലാതാക്കുന്ന ഹെറോദിനെ പോലെയോ ഹെറോദിയെ പോലെയുള്ള മനുഷ്യരാകാനല്ല, മറിച്ച് യോഹന്നാനെ പോലെ, യേശുനാഥനെ പോലെ ഈ പദ്ധതി മനുഷ്യർക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി തുടർന്നു കൊണ്ടുപോകുന്ന ദൈവത്തിൻ്റെ സ്വരമാകുന്ന മനുഷ്യരാകാനാണ് ദൈവം നമ്മെ വിളിക്കുന്നത്. ഇന്ന് നമ്മൾ ധീര രക്തസാക്ഷികളെ ഓർമ്മിക്കുന്ന പോൾ മിക്കിയും സഹചരന്മാരും ജപ്പാനിൽ 16-ാം നൂറ്റാണ്ടിൽ ക്രിസ്തുവിൻ്റെ വചനത്തിന് വേണ്ടി അവൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമായി തീർന്ന മനുഷ്യരാണ്. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന രാജാവും കൂട്ടരും ഇവരെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി 26 പേരെ ഒരുമിച്ച് കുരിശിലേറ്റുകയാണ് ചെയ്തത്. വളരെ പീഡനങ്ങളും സഹനങ്ങളും ഏറ്റെടുത്തുകൊണ്ടാണ് മരിക്കുന്നത്. പക്ഷേ മരിക്കുന്നതിന് മുമ്പ് പോൾ മിക്കി പറയുന്നൊരു കാര്യമുണ്ട്: ഞാൻ എൻ്റെ ക്രിസ്തുവിനെ പ്രതിയുള്ള വിശ്വാസത്തല്ല മരിക്കുന്നത്. അപ്പം അവിടെ ഉണ്ടായിരുന്ന ഈ ജപ്പാനിലെ ഭരണാധികാരികൾ പോൾ മിക്കിയെ വധിക്കുന്നതോടുകൂടി ഇതെല്ലാം നിർത്തലാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ 19-ാം നൂറ്റാണ്ടിൽ അവിടെ വീണ്ടും മിഷണറിമാർ വരുമ്പോൾ അവിടെ വിശ്വാസത്തിൽ കഴിഞ്ഞിരുന്ന വലിയൊരു ജനസമൂഹത്തെ കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ ഇത് നൽകുന്നൊരു സൂചന, പോൾ മിക്കിയെ അവർ ഇല്ലാതാക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം കാത്തു സൂക്ഷിച്ച വിശ്വാസവും സത്യവും അനേകരിലേക്ക് പകർന്നുകൊണ്ടേ പോയി. അത് ഈ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി തുടർന്നുകൊണ്ട് പോകുന്നതിൻ്റെ വലിയൊരു സൂചനയാണ് ഈ നൂറ്റാണ്ടിലും നമുക്ക് നൽകുന്നത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ രക്ഷാകര പദ്ധതിയുടെ, സ്നേഹ പദ്ധതിയുടെ ഭാഗമാകാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ.